പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് കടക്കുകയാണ്. റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ് നമ്പർ 2. UDF കൺവീനർ അടൂർ പ്രകാശിന് കുരുക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന ഫോട്ടോകൾ. പോറ്റിയും ഒപ്പമുള്ളവരും അടൂർ പ്രകാശിന് സമ്മാനം നൽകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പോറ്റിയുടെ സുഹൃത്തും സ്പോൺസറുമായ രമേശ് റാവുവും അടൂർ പ്രകാശിനെ കാണുമ്പോൾ പോറ്റിക്കൊപ്പമുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. അടൂർ പ്രകാശിന് കുരുക്കായി ചിത്രം. നമുക്കിപ്പം റാഹി സുഷീദും TV പ്രസാദും ഹരിമോഹനും തത്സമയം ചേരുന്നുണ്ട്. ഈ വാർത്ത പുറത്തുവിട്ടത് തിരുവനന്തപുരം ബ്യൂറോയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് പരിശോധിച്ചിട്ട് ഞാൻ റാഹീസിലേക്ക് വരാം. ഇതാണ് ഇന്ന് നമ്മൾ പുറത്തുവിട്ട അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സൂചന നൽകുന്ന ഒരു ചിത്രം. ഈ വീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തെ വീടല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തെ വീട്ടിൽ അടൂർ പ്രകാശ് പലതവണ വന്നു പോയിട്ടുണ്ടെന്ന് അയൽവാസി ഇന്നലെ റിപ്പോർട്ടർ TVയോട് പറഞ്ഞിരുന്നു. അത് പ്രേക്ഷകർ കേട്ടതാണ്. അതിനിതുവരെയും അടൂർ പ്രകാശ് മറുപടി പറഞ്ഞിട്ടില്ല. ഇന്ന് പുറത്തു വരുന്ന ഈ ചിത്രം എന്ന് പറയുന്നത് പുളിമാത്തിലുള്ള വീട്ടിലല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെഞ്ഞാറമൂട്ടിലെ സഹോദരിയുടെ വീട്ടിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അടൂർ പ്രകാശ് പോയി എന്നുള്ള വിവരമാണ്. റാഹി സുഷീദ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ആ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണത്തിന്റെ പിറ്റേന്ന്, അതായത് കല്യാണ ദിവസം ഉണ്ണികൃഷ്ണൻ ഈ അടൂർ പ്രകാശിന് പോകാൻ പറ്റാത്തത് കൊണ്ട് തലേ ദിവസം അവിടെ വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കല്യാണത്തിന് പോയില്ല എന്നുള്ളത് പോട്ടെ, പക്ഷേ കല്യാണത്തിന് പോയില്ലെങ്കിൽ തലേ ദിവസം എത്തി അവിടെ പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ട എന്തു ബന്ധമാണ് നേരത്തെ അടൂർ പ്രകാശ് പറഞ്ഞ തന്റെ മണ്ഡലത്തിലെ അയ്യപ്പ ഭക്തൻ മാത്രമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിനുണ്ടായിരുന്നത്? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ സ്വകാര്യത സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാര്യയുടെയും സഹോദരിയുടെയും ചിത്രങ്ങൾ ഇപ്പോൾ മാസ്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ചിത്രം. ഈ സ്ഥലം ബാംഗ്ലൂരുവിൽ നിന്നാണ് എന്നാണ് റാഹി സുഷീദ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ കരുതുന്നു. കാര്യം കേരളത്തിന് പുറത്തുള്ള ദൃശ്യമാണ്. ഇതാണ് രമേശ് റാവു. രമേശ് റാവുവിന്റെ പ്രത്യേകത, ഈ കേസിൽ ദുരൂഹമാണ് രമേശ് റാവുവിന്റെ ഇടപെടൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ സന്നിധാനത്തെ ഒരു സ്പോൺസറായിരുന്നു ഈ രമേശ് റാവു. ഈ രമേശ് റാവു അനന്ത സുബ്രഹ്മണ്യവും കൂടി ചേർന്നാണ് ദ്വാരപാലക ശില്പപാളികൾ കടത്തിയത് എന്നുള്ളതാണ് നിഗമനം. ആ രമേശ് റാവുവിന്റെ കയ്യിൽ നിന്ന് അടൂർ പ്രകാശ് ഗിഫ്റ്റ് വാങ്ങുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യത്തിൽ. വളരെ കൃത്യമാണ് ആ ചിത്രം. അപ്പോൾ എന്ത് ഗിഫ്റ്റാണ് കൊടുത്തത്? 2 കവറുകൾ നമുക്കിതിൽ കാണാൻ പറ്റും. നമുക്ക് ദൃശ്യമാകുന്നത് 2 കവറുകളാണ്. പക്ഷേ 2-ലധികം കവറുകളുണ്ടോ എന്ന കാര്യത്തിലൊരു സംശയമുണ്ട്. ഇവിടെ ഒരു കവർ കാണാം, ചെറിയ കവർ. ഇവിടെ മറ്റൊരു കവർ കാണാം. ഇവിടെ ഒരു കവർ കാണാം. എനിക്ക് തോന്നുന്നത് ഒന്നിലേറെ കവറുകളുണ്ട്. 2 കവറുകൾ പ്രകടമാണ്. പിന്നെ ഒരു കവറിൻ്റെ ഒരു ഭാഗം കൂടി ഈ സൈഡിൽ കാണാം. എന്താണ് ഈ കവറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ രമേശ് റാവു എന്ന ശബരിമലയിലെ വിവാദ സ്പോൺസർ അടൂർ പ്രകാശിന് നൽകിയത് എന്നുള്ളതാണ് ചോദ്യം. കൂടുതൽ ദുരൂഹത ഉയർത്തുന്നത് അതേ ഫ്ലാറ്റിൽ അതേ ദിവസം തന്നെ, നോക്കൂ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുക്കുന്ന സമയത്ത്, ഈ കവർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ മറ്റൊരാൾ കയ്യിൽ എന്തോ ആയിട്ട് നിൽക്കുന്നുണ്ട്. കയ്യിലുള്ളത് ഒരു കടലാസാണ്. അത് കറൻസിയാണോ കടലാസാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പ്രേക്ഷകർക്ക് അത് ഒരുപക്ഷെ ഒന്ന് സൂം ചെയ്താൽ മനസ്സിലാവും. ഇത് ഒരു കടലാസ് പോലെ എന്തോ ഒന്നാണ് കയ്യിലിരിക്കുന്നത്. ആ കയ്യിലാണ് 2 ഗിഫ്റ്റുകളുള്ളത്. പ്രേക്ഷകർക്ക് കാണാം. ഇതാണ് ആ കടലാസ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ രമേശ് റാവു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഗിഫ്റ്റ്. ആ ഗിഫ്റ്റിൻ്റെ കയ്യിൽ ഒരു ഭാഗത്ത് കടലാസ് പോലെയോ മൊബൈൽ ഫോൺ പോലെയോ എന്തോ ഒരു ഭാഗം എന്തോ ഇരിക്കുന്നുണ്ട്. അത് പ്രേക്ഷകർക്ക് കാണാം. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കയ്യിൽ കൊടുക്കുന്നത് ഒരു കവറാണ്. ഇതൊരു ഇൻവിറ്റേഷൻ കാർഡ് ആവാം വേണമെന്ന് വെച്ചാൽ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗിഫ്റ്റുകളാവാം എന്നുള്ളതാണ്. അതെന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇനി തന്ത്രവിധി പ്രകാരമുള്ള എന്തെങ്കിലും കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ജപിച്ചു കൊടുത്തതാണോ എന്നത് നമുക്കറിയില്ല. അതിന് വ്യക്തത വരേണ്ടത് അടൂർ പ്രകാശ് പറയുമ്പോൾ മാത്രമാണ്. ഇതൊരു കവർ മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇതിനുള്ളിൽ എന്താണ് എന്നുള്ളത് നമുക്കിപ്പോഴും വ്യക്തമല്ല. അപ്പോൾ 2 ചിത്രങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ രമേശ് റാവു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാംഗ്ലൂരിലുള്ള വസതിയിൽ വെച്ചല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരിചയക്കാരനായ ഒരു സുഹൃത്തിൻ്റെ ഫ്ലാറ്റിൽ വെച്ചാണെന്നാണ് നമ്മൾ മനസ്സിലാവുന്നത്. ഈ 2 ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. റഹീസ്, ഈ 2 ദൃശ്യങ്ങൾ നമ്മൾ പിന്നെ ഒന്ന് സഹോദരിയുടെ വീട്ടിൽ പോകുന്ന ദൃശ്യങ്ങളും, ഈ 3 ചിത്രങ്ങളാണ് നമ്മൾ ഇന്നിപ്പോൾ പുറത്തുവിടുന്നത്. ഈ 3 ചിത്രങ്ങളിൽ 3ഉം ഗൗരവ സ്വഭാവത്തിലുള്ളതല്ലേ റാഹീസ് റഷീദ്? ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുത്ത സൗഹൃദം സൂചിപ്പിക്കുന്നത്. 2ഉം 3ഉം ചിത്രങ്ങൾ ഈ കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റുകൾ വാങ്ങുന്നത്. 2 തരത്തിൽ ഗൗരവ സ്വഭാവമുള്ളതല്ലേ റാഹീസ് റഷീദ്?
ഉറപ്പായിട്ടും അരുൺ അങ്ങനെ പറയേണ്ടി വരും. കാരണം രണ്ട് സംഭവങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങളിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, അടൂർ പ്രകാശ് 2 പേരുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങുന്നതാണ്. അത് ഗിഫ്റ്റ് വാങ്ങുന്ന സ്ഥലവും പ്രധാനപ്പെട്ടതാണ്. അടൂർ പ്രകാശിന്റെ പ്രവർത്തന മണ്ഡലമായ കേരളത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസോ വീടോ മറ്റു അങ്ങനെയുള്ള ഒരു സ്ഥലത്തും വെച്ചല്ല, കേരളത്തിന് പുറത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രവർത്തന മണ്ഡലം എന്ന് പറയാവുന്ന ബംഗളൂരുവിൽ വെച്ചാണ് അടൂർ പ്രകാശും ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഒപ്പമുള്ളത് രമേശ് റാവു എന്ന ഈ കേസിൽ തുടക്കം മുതൽ ദുരൂഹതയുള്ള ഒരാളും കൂടിയാണ് അരുൺകുമാർ. ഓക്കെ, റാഹീസ്, ഞാൻ തിരിച്ചു വരാം. നേരത്തെ പുറത്തു വന്ന ഒരു ചിത്രമുണ്ടല്ലോ, അവിടെയും അടൂർ പ്രകാശിന്റെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. അത് സോണിയാഗാന്ധിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ചിത്രമാണ്. സോണിയാഗാന്ധിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്പോൺസർമാരും ചേർന്നു. നോക്കൂ, ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന ഗോവർദ്ധനും ഭണ്ഡാരിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് ഒരു ഗിഫ്റ്റ് സോണിയാഗാന്ധിക്ക് കൊടുക്കുന്നുണ്ട്. ആ സമയത്തും അടൂർ പ്രകാശിന്റെ സാന്നിധ്യം ഡൽഹിയിലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ഡൽഹിയിലും അടൂർ പ്രകാശിന്റെ സാന്നിധ്യമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങുന്ന അടൂർ പ്രകാശ് ബംഗളൂരുവിലും സാന്നിധ്യമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയായ വീടായ വെഞ്ഞാറമ്മൂട്ടിലും അടൂർ പ്രകാശിന്റെ സാന്നിധ്യമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പുളിമാത്തിൽ പലതവണ അടൂർ പ്രകാശ് വന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച മൊഴിയിൽ പറയുന്നത്. ഇതും വളരെ നിർണായകമായ ചിത്രമാണ്. അപ്പോൾ അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടുത്ത ബന്ധമാണ് എന്നതിന്റെ സൂചന നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാം. ഇത് കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് സപ്തതിയോ നവമി എന്ന കടകംപള്ളി സുരേന്ദ്രൻ ഓർമ്മയില്ലാത്ത ഒരു ചടങ്ങിൽ കൊടുക്കുന്നതാണ്. അവിടെ വെച്ചിരുന്ന ഒരു ഗിഫ്റ്റ് എടുത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് കൊടുക്കുന്നതാണ് ഈ ചിത്രങ്ങളിലുള്ളത്. ഈ 3 ചിത്രങ്ങൾ നോക്കൂ. കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് ഗിഫ്റ്റ് കൊടുക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സുഹൃത്തുക്കളും ചേർന്ന് ഈ ഗോവർദ്ധനും ചേർന്ന് സോണിയാഗാന്ധിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി രമേശ് റാവുവും അടൂർ പ്രകാശിന് ഗിഫ്റ്റ് കൊടുക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ചോദ്യം ഇതാണ്, റഹീസ്, ഈ ഗിഫ്റ്റുകളെല്ലാം ഇനിയിപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരില്ലേ? കാരണം ഈ എന്താണ് സോണിയാഗാന്ധിക്ക് കൊടുത്ത ഗിഫ്റ്റ് എന്നുള്ളത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് പ്രവേശനം നേടിയത് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഒരു ചരട് കെട്ടിക്കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ ചരടിൽ ഏലസായി സ്വർണ്ണമുണ്ടായിരുന്നോ എന്നുള്ളൊരു കാര്യം ഇപ്പോൾ സംശയത്തിന്റെ മുന്നിലാണ്. ഒപ്പം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളുടെ കൈകളിൽ അടൂർ പ്രകാശ് ചില സമ്മാനങ്ങൾ വാങ്ങുന്നതായിട്ട് വന്നിരിക്കുന്ന ചിത്രങ്ങൾ. അത് എന്താണെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ അത് പൂജാദ്രവ്യങ്ങളാവാം, മറ്റെന്തെങ്കിലും സാധനങ്ങളാവാം. അത് ഏതെങ്കിലും തരത്തിൽ സ്വർണ്ണമോ മറ്റേതെങ്കിലും വിലപിടിപ്പുള്ള ഉപകരണങ്ങളാണോ എന്നുള്ളത് നമുക്ക് മുന്നിൽ തെളിവുകളൊന്നും തന്നെ ഇല്ല. മാത്രമല്ല അടൂർ പ്രകാശിന്റെ ആവശ്യവുമില്ല അത്തരം ഏതെങ്കിലും ഒരു വിലപിടിപ്പുള്ള സാധനത്തിന്റെ. പക്ഷേ അടുപ്പമുണ്ട്, ബന്ധമുണ്ട്, സ്വാധീനിക്കപ്പെട്ടു എന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നതല്ലേ റാഹി സുഷി? അരുൺകുമാർ, ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്, സൗഹൃദമുണ്ട് എന്ന കാര്യം ഉറപ്പിച്ചു പറയാം. ഒരു പക്ഷേ സോണിയാഗാന്ധിയുടെ 10 ജൻപത് എന്ന വീട്ടിലേക്ക്, ഡൽഹിയിലെ വീട്ടിലേക്ക് എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തി എന്നൊരു ചോദ്യത്തിന് ഉത്തരം കൂടി ഈ ദൃശ്യങ്ങൾ പറയുന്നുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തിയാൽ, അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാകും എന്ന് തോന്നുന്നില്ല. കാരണം അത്ര അടുത്ത ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയും UDF കൺവീനറും തമ്മിൽ ഉണ്ട് എന്നത് ഉറപ്പായ കാര്യമാണ്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടിനോട് ചേർന്ന് വീടുള്ള വിക്രമൻ നായർ നമ്മളോട് വെളിപ്പെടുത്തിയ കാര്യമുണ്ട്. സ്ഥിരമായി ഈ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ആളാണ് അടൂർ പ്രകാശ് എന്ന കാര്യം. അത് ഒന്നാമത് നമുക്ക് മുകളിലെടുക്കാം. രണ്ടാമത്, അടൂർ പ്രകാശ് ഈ നമ്മൾ ചിത്രത്തിൽ കാണിക്കുന്ന ഒരു ഫംഗ്ഷനിൽ നിൽക്കുന്ന വീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി മിനി ദേവിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ നിൽക്കുന്ന ഫോട്ടോയാണ്. ഇത് വിവാഹ ദിവസം നടന്ന ഫോട്ടോയല്ല, വിവാഹം ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. ആ വിവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ അടൂർ പ്രകാശ് എന്ന കാര്യം നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. ഇനി വിവാഹത്തിൽ പങ്കെടുക്കാതെ വിവാഹത്തിന്റെ തലേന്ന് എത്തിയതാണെങ്കിൽ പോലും അങ്ങനെ വിവാഹ തലേന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വിവാഹ തലേന്ന് എത്താൻ പറ്റുന്ന
പറയുന്ന അത്ര അടുപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അടൂർ പ്രകാശും തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. മൂന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് അടൂർ പ്രകാശ് രമേശ് റാവുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ബംഗളൂരുവിൽ വെച്ച് കാണുന്നതാണ്. അതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ ഒരിടത്ത് വെച്ച് അങ്ങോട്ട് പോയി യാദൃശ്യമായി കാണുന്നതല്ല. ബംഗളൂരുവിലുണ്ട് എന്ന് അടൂർ പ്രകാശ് പറഞ്ഞാൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പോറ്റിക്കൊപ്പമുള്ള രമേശ് റാവുവിനും ആ വിവരം കിട്ടുകയുള്ളൂ. ഇപ്പോൾ കേരളത്തിലെ ഒരു MP ഓഫീസിലോ MLA ഓഫീസിലോ ആണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പോയി കാത്തിരുന്ന് അടൂർ പ്രകാശ് വന്നപ്പോൾ കണ്ട് സംസാരിച്ചതാണ് എന്ന് നമുക്ക് കരുതാം. സാമാന്യ ബുദ്ധിയിൽ അങ്ങനെ വിചാരിക്കാം. പക്ഷെ ഇത് അങ്ങനെയല്ല. ഈ ചിത്രം ബംഗളൂരുവിൽ വെച്ചുള്ളതാണ്. ബംഗളൂരുവിൽ അടൂർ പ്രകാശ് എത്തി എന്ന വിവരം അടൂർ പ്രകാശോ അടൂർ പ്രകാശ് ചുമതലപ്പെടുത്തുന്ന ആളുകളോ അറിയിച്ചാൽ മാത്രമേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയൂ. അവിടെ എന്താണ് ചർച്ച നടന്നത്? ആ ചർച്ചയിൽ എന്തിനാണ് അടൂർ പ്രകാശുമായി ഒരു ബന്ധവുമില്ലെങ്കിൽ രമേശ് റാവുവിനെ ആ ഒരു ചർച്ചയിലേക്ക്, ആ കൂടിക്കാഴ്ചയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത്? ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആയിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം അടൂർ പ്രകാശിന് ചെറുതെങ്കിലും ഒരു സമ്മാനം, എന്താണ് സമ്മാനമെന്ന് നമുക്കറിയില്ല, അതൊരു സമ്മാനമാണ് എന്ന് ചിത്രത്തിൽ നിന്ന് ഉറപ്പാണ്. എന്തിന് രമേശ് റാവു കൊടുത്തു എന്ന ചോദ്യം രമേശ് റാവു ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് എന്ന നിലയിൽ മാത്രം അങ്ങനെ ഒരു സമ്മാനം അടൂർ പ്രകാശ് വാങ്ങിയതാണോ എന്ന് നമുക്ക് അറിയുകയുമില്ല. ചോദ്യങ്ങൾ ഒരുപാടുണ്ട്, പല ചോദ്യങ്ങളും. ചുരുക്കം ആ ചോദ്യങ്ങൾ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം. ചോദ്യം നമ്പർ 1, അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുണ്ടായിരുന്നത് തന്റെ മണ്ഡലത്തിലെ അയ്യപ്പ ഭക്തൻ എന്ന നിലയിലുള്ള യാദൃച്ഛികമായ ഒരു ബന്ധം മാത്രമായിരുന്നു. നമ്പർ 2, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തെ വീട്ടിൽ പലതവണ അടൂർ പ്രകാശ് എന്തിനു സന്ദർശനം നടത്തി. നമ്പർ 3, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വിവാഹത്തിന്റെ തലേ ദിവസം വെഞ്ഞാറമുട്ടെ വസതിയിൽ അടൂർ പ്രകാശ് പോയത് എന്തുകൊണ്ടാണ്. 4, ബാംഗ്ലൂരുവിൽ വെച്ച് മറ്റൊരു ഫ്ളാറ്റിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സുഹൃത്തായ രമേശ് റാവുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഗിഫ്റ്റുകൾ എന്താണ്. 5, ഉണ്ണികൃഷ്ണൻ പോറ്റി ജൻപഥിൽ സോണിയാഗാന്ധിയെ കാണുമ്പോൾ അടൂർ പ്രകാശിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജൻപഥിലേക്ക് പ്രവേശനം ഉറപ്പിച്ചു കൊടുത്തത്? ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, സ്വർണം കട്ടവനും കട്ട സ്വർണം വാങ്ങിയവനും ജൻപഥിലുണ്ട്. സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്നത് ഒറ്റ ഫ്രെയിമിൽ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ചോദ്യങ്ങൾക്ക് മറുപടി വേണം സർ.